ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വാങ്ങിച്ചു എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2019 കഴിഞ്ഞ വർഷമാണ് നിങ്ങളുടെ സിലബസ് റിവൈസ് ചെയ്തത്. ആ സിലബസിൻ്റെ ടെക്സ്റ്റ് തന്നെ വാങ്ങിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ബിസിനസ് എത്തിക്സിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും ഒക്കെ കുറേ ഞാൻ പറഞ്ഞു, ടൈപ്സ് ഓഫ് എത്തിക്സ് ഒക്കെ പറഞ്ഞു. എങ്കിലും നിങ്ങളുടെ സിലബസിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു മീനിങ്ങും ഡെഫിനേഷനും കൂടി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു മീനിങ്ങും ഡെഫിനേഷനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. മീനിങ്: എത്തിക്സ് മീൻസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ മാനേഴ്സ്. ക്യാരക്ടർ ഓർ മാനേഴ്സ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സ്വഭാവം, നല്ല മാനർ, അതിനെയാണ് എന്ത് പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെഡ് ടു ദ സയൻസ് ഓഫ് മോറൽ. മോറൽ എന്ന് പറഞ്ഞാൽ എന്താ? സാൻമാർഗികമായ, നല്ല സ്വഭാവമുള്ള, നല്ല രീതിയിലുള്ള എന്നർത്ഥം. അതിനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാസ്ത്രമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. കാരണം ഏതൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നോക്കുകയാണെങ്കിലും നല്ല വ്യക്തിത്വങ്ങളെയാണ് എല്ലാവരും ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലെ സത്യസന്ധതയും നീതിയും പുലർത്തുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളിലെ ആവശ്യത്തിന് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്, ഇതൊക്കെ ഏതൊരു കൺസ്യൂമറും അല്ലെങ്കിൽ ഏതൊരു കസ്റ്റമറും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എ ട്രീറ്റിസ് ഓൺ ദിസ് മോറൽ പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ്ഡ് റൂൾ ഓഫ് കണ്ടക്റ്റ്. ഇതൊക്കെയാണ് എന്തിലേക്ക് മാറുന്നത്? നമ്മുടെ പെരുമാറ്റത്തിനുള്ള നിയമങ്ങളായി മാറുന്നത്. ഓക്കെ, ഇനി ഒരു ഡെഫിനേഷൻ പഠിക്കാം. പീറ്റർ എഫ് ഡ്രക്കർ, ഇദ്ദേഹം നമ്മുടെ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ട്, കൊമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻസ്, ഒരുപാട് നല്ല തോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പീറ്റർ എഫ് ഡ്രക്കർ. ഇൻ ദ വേർഡ്സ് ഓഫ് പീറ്റർ എഫ് ഡ്രക്കർ, എത്തിക്സ് ഡീൽസ് വിത്ത് ദ റൈറ്റ് ആക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ. സിംപ്ലി ബട്ട് പുട്ട് എത്തിക്സ് ഇൻവോൾവ് ലേൺ വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്. എന്താണ് പീറ്റർ എഫ് ഡ്രക്കർ പറയുന്നത്? എത്തിക്സ് ഡീൽസ് വിത്ത് ദ റൈറ്റ് ആക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ ശരിയായ പ്രവർത്തനത്തിനെ, നേർവഴിയിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. സിംപ്ലി പുട്ട് എത്തിക്സ് ഇൻവോൾവ് ലേണിംഗ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്. എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കലാണ് അല്ലെങ്കിൽ പഠിക്കലാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഡൂയിങ് ദ റൈറ്റ് തിങ്. ബട്ട് ദ റൈറ്റ് തിങ് ഈസ് നോട്ട് നിയർലി എസ് സ്ട്രേറ്റ് ഫോർവേഡ് ആസ് കൺവേർഡ് ആസ് ഗ്രേറ്റ് ഡീൽസ് ഓഫ് ബിസിനസ് എത്തിക്സ് ലിറ്ററേച്ചർ. ശരിയായ വഴി എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും, അല്ലേ? അപ്പോൾ അത് മറ്റൊരാൾക്ക് ശരിയായിട്ട് തോന്നണമെന്നില്ല ഒരു പക്ഷേ നമ്മൾ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണ് ശരി? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ടാത്തത് എന്തൊക്കെയാണ്, ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അല്ലെ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്, അല്ലെ? അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ആ മാനദണ്ഡം എന്താണെന്നാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. എനിവേ, ദ ഡെഫിനേഷൻ ഈസ് ഇൻ ദ വേർഡ്സ് ഓഫ് പീറ്റർ എഫ് ഡ്രക്കർ, എത്തിക്സ് ഡീൽസ് വിത്ത് ദ റൈറ്റ് ആക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് എത്തിക്സ്. There are 6 features in your textbook. The first feature is the concept of ethics deals with human beings. മനുഷ്യനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ എത്തിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലേ? മനുഷ്യനെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എ സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് നോളജ് അബൌട്ട് മോറൽ ബിഹേവിയർ ആൻഡ് കണ്ടക്ട്. സോ ഇറ്റ് ഈസ് സോഷ്യൽ സയൻസ്. ഇതൊരു സോഷ്യൽ സയൻസ് ആണ്. എന്തുകൊണ്ടാണ്? വൈ ഇറ്റ് ഈസ് സെഡ് ടു ബി സോഷ്യൽ സയൻസ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എ സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് നോളജ് അബൌട്ട് മോറൽ ബിഹേവിയർ ആൻഡ് കണ്ടക്ട്. Ethics seeks to determine the nature of the norm, deal or standard and seek to inquire into the fitness of human action to this standard. It is an area dealing with moral judgment regarding voluntary human conduct. Voluntary human conduct മനുഷ്യൻ്റെ വോളണ്ടറി ആയിട്ടുള്ള, സ്വമേധയായിട്ടുള്ള ഒരു സ്വഭാവം, അതിനെ ഡീൽ ചെയ്യുന്നതാണ്. Ethics try to set the standard for the ultimate end or the highest goal to pursue. So ethics separate good and bad, right and wrong, fair and unfair, moral and immoral, and proper and improper human action. Ethics try to set the standard of
അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ദ ഹൈയസ്റ്റ് ഗോൾ പെർസ്യൂഡ്. എന്താണ് അൾട്ടിമേറ്റ് എയിം? മാക്സിമം ഹയസ്റ്റ് ഗോള് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിൽ നിന്ന്, നല്ലത് മോശം, ഗുഡ് റൈറ്റ് റോങ്, ഫെയർ ആയിട്ടുള്ളത് അൺഫെയർ ആയിട്ടുള്ളത്, മോറൽ ആയിട്ടുള്ളത് ഇമ്മോറൽ ആയിട്ടുള്ളത്, പ്രോപ്പർ ആയിട്ടുള്ളത് ഇംപ്രോപ്പർ ആയിട്ടുള്ളത് ഒക്കെ വ്യക്തമായി നിർവചിച്ച് ചെയ്യേണ്ടാത്തത് ചെയ്യാതിരിക്കാനും ചെയ്യേണ്ടത് ചെയ്യാനുമുള്ള ഒരു പ്രേരണയാണ് എത്തിക്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഫീച്ചർ ഈസ് എത്തിക്സ് ഈസ് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ആൻഡ് ലോ ഈസ് അബൌട്ട് വാട്ട് ഈസ് ലോഫുൾ ആൻഡ് അൺലോഫുൾ. നമ്മൾ ഏതൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോഴും കേരളത്തിൽ ജീവിക്കുമ്പോഴും ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും, നിയമപരമായിട്ടുള്ളതും നിയമപരമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് ഫീച്ചേഴ്സ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് മീനിങ്, ഡെഫിനേഷൻ, ഫീച്ചേഴ്സ്, ടൈപ്സ് ഞാൻ പഠിപ്പിച്ചു തന്നു അല്ലേ. അപ്പോൾ നോട്ട്സൊക്കെ സ്ലൈഡ് നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. നോട്ടൊന്നും പ്രത്യേകിച്ച് ഇതിന് എഴുതി തരുന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഈ സബ്ജക്റ്റ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ മാറും. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലാസ് അതുവരെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, പറയാൻ പറ്റില്ല. സബ്ജക്റ്റ് ചിലപ്പോൾ സ്പ്ലിറ്റ് ആകുമ്പോൾ. ഓക്കെ, എനിവേ പഠിപ്പിച്ച ഭാഗം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.